മഴത്തോരു മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബാലചന്ദ്രൻ്റെ കൂടെ അലീന ഇരിക്കുന്നുണ്ടെങ്കിലും അവൾ ആകെ അസ്വസ്ഥതയായിരുന്നു. അവൾ ഇനി തൻ്റെ അച്ഛൻ്റെ കൂടെ ഇനി ഇല്ലല്ലോ, മറ്റേതോ വീട്ടിൽ മറ്റാരുടെയോ കൂടെ ആവുമല്ലോ ഇനി അങ്ങോട്ട് എന്നുള്ളത് ആലോചിച്ചിട്ട് സങ്കടമായിരുന്നു. അവർ പരസ്പരം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് അലീന അച്ഛനോട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ കൃത്യമായിട്ട് ആഹാരവും മരുന്നൊക്കെ കഴിക്കണം കേട്ടോ, മറക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം, എനിക്ക് അതൊക്കെ ആലോചിച്ചിട്ട് സങ്കടമാവുന്നുണ്ട്, ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണേ എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് എന്താകും എന്നുള്ളത് അറിയത്തില്ല, എന്തായാലും ബബിതമോളും കൃഷ്ണമോളും ഒക്കെ നീ എനിക്ക് എൻ്റെ മക്കളാക്കി തിരിച്ചു തന്നിട്ടുണ്ടല്ലോ, അതിനെക്കൊണ്ടൊരു ആശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് സ്റ്റാൻലിയുടെ വീട്ടിലെത്തുകയാണ്. സ്റ്റാൻലി ഇവരെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വന്ന ഉടനെ അവരുടെ കാറിൻ്റെ അരികിലോട്ട് പോയിട്ട് അലീനയെ കൈ പിടിച്ച് ഇറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വെൽക്കം ടു മൈ ഹോം എന്നൊക്കെ പറഞ്ഞ് അലീനയെ സ്വീകരിക്കുകയാണ്. സ്റ്റാൻലിയുടെ ആ ഒരു ഭാവവും പ്രൗഢിയും ഒക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അലീന. ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു, ഇയാൾ നമ്മുടെ വീട്ടിൽ അന്ന് വന്ന ആളല്ലേ, അപ്പോൾ അത് സംസാരിക്കാനായിരുന്നോ അന്ന് വന്നിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അത് സംസാരിക്കാനല്ല വന്നത്, പക്ഷെ നിന്നെ ആ ഒരു സമയത്ത് അവിടെ കണ്ടപ്പോൾ ആ സാറിന് ഇയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് എന്നോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയും ഞാൻ അലീന വീട്ടിൽ നിന്ന് പോകുന്ന കാര്യം പറഞ്ഞപ്പം സ്റ്റാൻലിയുടെ വീട്ടിലാക്കാനാണ് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ ഒരു കൊട്ടാരവും പരിസരവും ഒക്കെ നമ്മുടെ അലീന നിരീക്ഷിക്കുകയാണ്. അലീനയെ കണ്ട് ഒരു കൂട്ടം നായ്ക്കൾ ഓടി വരുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അലീന അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ഇവിടെ വളർത്തുന്ന നായ്ക്കളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതെ, മനുഷ്യരെക്കാളും കൂടുതൽ ഇവിടെ നായ്ക്കളാണ് ഉള്ളത്, അവറ്റകൾക്കാണല്ലോ നന്ദി കൂടുതലുള്ളത് എന്നൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട്. അത് അലീനയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നായ്ക്കളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, അത് തൻ്റെ അച്ഛൻ വിവരിച്ച് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, നീ മൃഗസ്നേഹിയാണെന്നും ഒരു നായ തന്നെ രക്ഷിച്ച കഥയൊക്കെ നിൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ആഹാ, എൻ്റെ അച്ഛൻ എന്നെക്കുറിച്ച് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ആ ഒരു അത്ഭുതം തോന്നി. അങ്ങനെ സ്റ്റാൻലിയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ, അധിക നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും, ഇവളെ വിട്ട് പിരിയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, അറിയാലോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നാലും ഒരു ചായ കുടിച്ചിട്ട് പോവാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊന്നും വേണ്ട, നേരം ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങോട്ട് എത്തണം, മക്കൾ ഒറ്റയ്ക്കല്ലേ അവിടെ ഉള്ളത്, അതുകൊണ്ട് ഞാൻ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ പിന്നീട് സ്റ്റാൻലി അലീനയുടെ കൈകൾ പിടിച്ചിട്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് കയറുകയാണ്. ആ കൊട്ടാരവും ഒക്കെ കണ്ടിട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് അലീന. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ മറ്റാരുമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇപ്പോൾ ഞാനും 2 ജോലിക്കാരുമാണ് ഇവിടെ ഉള്ളത്, പിന്നെ കുറേ കൂട്ടം നായ്ക്കളുമാണ് ഉള്ളത്. അപ്പോൾ അലീനയുടെ കൈ പിടിച്ചിട്ട് ബാലചന്ദ്രൻ വരുന്നത് കണ്ടപ്പോൾ ഒരു കൂട്ടം നായ്ക്കൾ അലീനയുടെ അടുത്തോട്ട് തന്നെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു സ്റ്റാൻലി ആക്ഷൻ കാണിച്ചപ്പോൾ അവിടെ നിൽക്കുകയും തന്നെ അലീനയെ വണങ്ങി ഒരു ബഹുമാനത്തോടു കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് അലീനയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ സ്റ്റാൻലിയുടെ കൈകൾ വിട്ടിട്ട് അലീന ആ നായ്ക്കളുടെ അടുത്ത് ചെന്നിട്ട് നായ്ക്കളെ പതുക്കെ തലോടുകയാണ്. അപ്പോൾ ആ കാഴ്ച കണ്ടിട്ട് സ്റ്റാൻലിയും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ആഹാ, എന്നെ പോലെ തന്നെയാണ്, ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെയാണ്, നായ്ക്കളെ വലിയ കാര്യമാണല്ലോ, അതുകൊണ്ട് ഇതെനിക്ക് ഒരു കൂട്ടായിരിക്കും ഇവള് എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കൊട്ടാരത്തിനുള്ളിലേക്ക് കയറുകയാണ് അലീന. എന്നിട്ട് പരിസരമൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വീടൊക്കെ നോക്കുന്ന സമയത്താണ് ഒരു കൂട്ടം മദ്യക്കുപ്പികളൊക്കെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് സാറ് മദ്യപിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അതാണ് എൻ്റെ ഏക ആശ്വാസം, മദ്യപാനം അതെൻ്റെ കൂട്ടാണ്, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നിനക്ക് അതൊരു ശല്യമായിട്ട് മാറുകയൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഒരു പ്രൗഢമായിട്ടുള്ളൊരു സംസാര രീതിയായിരുന്നു. എന്നിട്ട് ഒരു അലിവും ഒരിതും ആ ഒരു സംസാരത്തിൽ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലീന ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇയാൾക്ക് സ്നേഹമൊന്നും ഇല്ലേ എന്നുള്ള രീതിയിലുള്ള തോന്നലുകളൊക്കെ അലീനയുടെ മനസ്സിലോട്ട് വരികയാണ്. കൂടാതെ അവിടെ മറ്റൊരു സ്ത്രീകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ളിൽ ചെറിയൊരു ഭയവും അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു.